ത്രിയേക ദൈവത്തിനു സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ സൃഷ്ടികർത്താവിന് ആദ്യമേ സ്തുതി കരേറ്റാം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരായി കാണപ്പെടാൻ വേണ്ടി നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു ഓരോ ദിവസവും. നമ്മുടെ വസ്ത്രധാരണത്തിലും ബാഹ്യമായ രൂപത്തിലും പെരുമാറ്റത്തിലും നമ്മൾ കാണിക്കുന്ന ശ്രദ്ധ നമ്മുടെ ഉള്ളിലെ ചിന്തകളിലും ഹൃദയത്തിൻ്റെ അവസ്ഥയിലും നമ്മൾ കാണിക്കാറുണ്ടോ? ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെയും ശുദ്ധിയെയും കുറിച്ച് യേശു ക്രിസ്തു പഠിപ്പിച്ച ഏറ്റവും ശക്തമായ ഒരു വിപ്ലവാത്മക വചനത്തെക്കുറിച്ചാണ്. വിശുദ്ധ മർക്കോസ് 7:15-16. AD 55-65 ഇടയിൽ അപ്പോസ്തലനായ പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്ന വിശുദ്ധ മർക്കോസ് എഴുതിയതാണ് ഈ സുവിശേഷം. ബാഹ്യമായ ആചാരങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ യേശുക്രിസ്തു മനുഷ്യന്റെ ഉള്ളിലെ അവസ്ഥയെ തുറന്നു കാണിക്കുന്ന ഒരു പശ്ചാത്തലമാണിത്. വചന ഇപ്രകാരം പറയുന്നു: പുറത്തുനിന്ന് മനുഷ്യന്റെ ഉള്ളിൽ ചെല്ലുന്ന ഒന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുന്നതല്ല, അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് യെരുശലേമിൽ നിന്ന് വന്ന പരീശന്മാരും ശാസ്ത്രിമാരും അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ശിഷ്യന്മാർ പരമ്പരാഗതമായ രീതിയിൽ കൈകൾ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിച്ചു എന്നതായിരുന്നു അവരുടെ പരാതി. അവർ ബാഹ്യമായ നിയമങ്ങൾക്ക് വലിയ വില നൽകിയവരായിരുന്നു. എന്നാൽ ഈ ഒരു കാപട്യത്തെ പൂർണ്ണമായി തകർത്തുകൊണ്ടാണ് യേശു ജനക്കൂട്ടത്തെ വിളിച്ചുകൂട്ടി ഈ വാക്കുകൾ നമ്മോട് പറഞ്ഞത്. യേശു പറഞ്ഞു, പുറത്തുനിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ ചെല്ലുന്ന ഒന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലയോ? അത് അവൻ്റെ ഹൃദയത്തിലല്ല, വയറ്റിലത്രയേ ചെല്ലുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്ക് പോകുന്ന ഒന്നാണ്. എന്നാൽ അത് നമ്മുടെ വയറ്റിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് അത് പുറന്തള്ളപ്പെടുന്നു. അതുകൊണ്ട് ഒരു ആഹാരത്തിനും ഒരു മനുഷ്യനെ ആത്മീയമായ അശുദ്ധനാക്കാൻ കഴിയില്ല എന്ന് യേശു ഇവിടെ അസന്നിഗ്ധമായി പറയുകയാണ്. എന്തു തരം ആഹാരമായിക്കോട്ടെ, ഏത് തരം ആഹാരം ആയിക്കോട്ടെ, അതിന് മനുഷ്യനെ ആത്മീയമായ അശുദ്ധനാക്കാൻ കഴിയില്ല. പലരും പഴയ നിയമത്തിലെ പല കഥകളും പറഞ്ഞ് ആ മൃഗം അശുദ്ധമാണ്, ഈ മൃഗം അശുദ്ധമാണ്. എന്നാൽ കർത്താവ് പറയുന്നു, ഒരു ആഹാരത്തിനും ഒരു മനുഷ്യനെ ആത്മീയമായ അശുദ്ധനാക്കാൻ കഴിയില്ല. ഇതിലൂടെ ബാഹ്യമായ ഭക്ഷണ നിയമങ്ങളെ അല്ല, ഹൃദയത്തിന്റെ അവസ്ഥയാണ് ദൈവം നോക്കുന്നത് എന്ന് യേശു തെളിയിക്കുകയാണ്. യേശു പറഞ്ഞു, യഥാർത്ഥ പ്രശ്നം ഭക്ഷണത്തിലല്ല, നമ്മുടെ ഹൃദയത്തിലാണ്. അതെ, യഥാർത്ഥ യുദ്ധക്കളം നമ്മുടെ ഹൃദയമാണ്. അസൂയ, കോപം, പരദൂഷണം, അഹങ്കാരം, ദുഷിച്ച ചിന്തകൾ എന്നിവയെല്ലാം ആദ്യം ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അത് പിന്നീട് വാക്കുകളായും പ്രവൃത്തികളായും പുറത്തു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെയും ബന്ധങ്ങളെയും അശുദ്ധമാക്കുന്നു, തകർക്കുന്നു. യേശു ഇവിടെ ഒരു വലിയ മനഃശാസ്ത്രപരമായ സത്യമാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ തകർക്കുന്നത് പുറത്തുനിന്ന് അവൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന സാഹചര്യങ്ങളോ മറ്റുള്ളവരുടെ വാക്കുകളോ അല്ല, മറിച്ച് അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചിന്തകളും വാക്കുകളുമാണ്. പലരും വിചാരിക്കുന്നത് തങ്ങളുടെ ചുറ്റുപാടുകൾ മോശമായതുകൊണ്ടാണ് തങ്ങൾ പരാജയപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ട് പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അനാവശ്യമായി ഉത്കണ്ഠപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളെ ദൈവവചനത്താൽ ശുദ്ധീകരിക്കുവാൻ പഠിക്കുക. ഉള്ളിൽ നന്മയുള്ളവന് പുറത്തുനിന്ന് വരുന്ന ഒരു തിന്മയ്ക്കും അവന് തകർക്കാൻ കഴിയില്ല. പ്രിയ സഹോദരി, സഹോദര, ഈ ലോകം പലപ്പോഴും പുറമേയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ വില നൽകുന്നത്. ആളെങ്ങനെ കാണപ്പെടുന്നു, എന്താണ് ധരിക്കുന്നത്, എത്ര പണമുണ്ട്, എത്ര പ്രശസ്തനാണ്, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളെ നോക്കിയാണ് നമ്മൾ ഒരു മനുഷ്യനെ വാല്യുവേറ്റ് ചെയ്യുന്നത്. പക്ഷേ യേശു നമ്മുടെ ശ്രദ്ധ ഹൃദയത്തിലേക്ക് തിരിക്കുന്നു. കാരണം ജീവിതത്തിൻ്റെ യഥാർത്ഥ ഗുണമേന്മ നിർണ്ണയിക്കുന്നത് പുറത്തുള്ള രൂപമല്ല, അകത്തുള്ള ഹൃദയമാണ്. ഒരു മനോഹരമായ പാത്രത്തിൽ വിഷം നിറച്ചാൽ അതിന് എന്ത് പ്രയോജനം? എത്ര ഭംഗിയാണെന്ന് പറഞ്ഞാലും അത് കുടിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ പുറമെ നല്ലവനായി തോന്നിയാലും ഉള്ളിൽ കോപം, അസൂയ, പക, അഹങ്കാരം, വഞ്ചന, ദേഷ്യം ഇതെല്ലാം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ
ജീവിതത്തിൽ ഒരു സമാധാനവും കാണുകയില്ല. യേശു പറയുന്നു, മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് അതാണ് പുറത്തേക്ക് വരുന്നത്. ഹൃദയത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ വാക്കുകളിൽ സമാധാനം ഉണ്ടാകും. ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ പെരുമാറ്റത്തിൽ സ്നേഹം കാണാം. ഹൃദയത്തിൽ ദൈവഭയം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാകും. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. പലരും പുറമെ സന്തോഷന്മാരായി കാണപ്പെടുന്നു, പക്ഷെ ഉള്ളിൽ തകർന്നിരിക്കാം. പലരും നല്ലവരായി അഭിനയിക്കുന്നു, പക്ഷെ ഉള്ളിൽ സമാധാനമില്ല. അതുകൊണ്ടാണ് യേശു പുറമേയുള്ള മത ചടങ്ങുകളെക്കാൾ ഹൃദയത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പുറമേയുള്ള ഇമേജ് നന്നാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലെ ചിന്തകളെ ദൈവവചനത്താൽ ശുദ്ധീകരിക്കാൻ പഠിക്കുക. ഉള്ളിൽ നന്മയുള്ളവന് പുറത്തുനിന്ന് വരുന്ന ഒരു തിന്മയ്ക്കും അവനെ തകർക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ നമ്മുടെ ഹൃദയം ഒന്ന് പരിശോധിക്കും. നമ്മുടെ വാക്കുകൾ എന്താണ് പറയുന്നത്? നമ്മുടെ പ്രതികരണങ്ങൾ എന്താണ് കാണിക്കുന്നത്? നമ്മുടെ ചിന്തകൾ എന്താണ് വളർത്തുന്നത്? കാരണം ജീവിതത്തിൻ്റെ ദിശ തീരുമാനിക്കുന്ന നമ്മുടെ ഉള്ളിലെ അവസ്ഥയാണ്. നല്ല ഹൃദയം നല്ല ജീവിതം സൃഷ്ടിക്കും. ശുദ്ധമായ മനസ്സ് സമാധാനം നൽകും, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുകയും ചെയ്യും. സ്നേഹമുള്ള ഹൃദയബന്ധങ്ങൾ നല്ല ജീവിതം സൃഷ്ടിക്കും, നല്ല മനുഷ്യരെ സൃഷ്ടിക്കും. അതിനാൽ പുറമെ മാത്രം മാറ്റാൻ ശ്രമിക്കരുത്. ഹൃദയത്തിന് മാറ്റാനുള്ള, ഹൃദയം മാറാനുള്ള ആ സമർപ്പണം നമ്മൾ കർത്താവിലേക്ക് സമർപ്പിക്കുക. ദൈവം അകത്ത് മാറ്റം വരുത്തുമ്പോൾ പുറത്തുള്ള ജീവിതവും മാറും. നമ്മെ പഠിപ്പിക്കുന്ന യഥാർത്ഥ മാറ്റം ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതിനാൽ നല്ല ചിന്തകൾ വളർത്തൂ, നല്ല വാക്കുകൾ സംസാരിക്കൂ, നല്ല മനോഭാവം സൂക്ഷിക്കൂ. ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ നിറയ്ക്കും. അപ്പോൾ ജീവിതം അനുഗ്രഹകരമാകും. കർത്താവേ, എൻ്റെ ഉള്ളിലെ ചിന്തകളെ നീ വിശദീകരിക്കണമേ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് ആവശ്യപ്പെടുക. നമ്മുടെ ഹൃദയം മാറിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അത്ഭുതകരമായ സമാധാനത്താൽ നിറയും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേട്ട വചനത്തിനായി നിന്നോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, ഇത് ശ്രവിക്കുന്ന കർത്താവെ, അഗപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ ശ്രവിക്കുന്ന എല്ലാവരെയും, ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിൽ ഈ നിമിഷം അവരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ തൃപ്പാദത്തിൽ അവർ സംരക്ഷിച്ചൊല്ലണമേ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ശിഷ്ടജീവിതം നീ അവർക്ക് കൊടുക്കണമേ. അവരുടെ ഹൃദയത്തിൽ കർത്താവെ നീ നല്ലൊരു ഹൃദയം നീ കൊടുക്കണമേ. പുതിയൊരു ജീവിതം നീ കൊടുക്കണമേ. ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ. കർത്താവെ, അശുദ്ധമായതൊന്നും അവരുടെ ചിന്തകളിൽ വരാതെ, അവരുടെ പ്രവൃത്തിയിൽ വരാതെ, അവരുടെ മനസ്സിൽ വരാതെ സ്വർഗീയമായത് മാത്രം നീ അവർക്ക് ദാനമായി കൊടുക്കണമേ. സകല പാപങ്ങളെയും മോചിച്ച് സകല ചിന്തകൾക്കും കർത്താവെ ശുദ്ധീകരിച്ച് അവരുടെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണമേ. കർത്താവെ, ഞങ്ങൾക്ക് പല ദുശ്ചിന്തകളും ഞങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഞങ്ങളുടെ പ്രവൃത്തിയിൽ ഞങ്ങൾ നേരെ ഉള്ളവരല്ലല്ലോ കർത്താവെ. പല കുറവുകളും ഉള്ളവരാവുന്നു കർത്താവെ. എങ്കിലും നിനക്ക് സാധിക്കും, ഞങ്ങളെ ശുദ്ധീകരിക്കാൻ സാധിക്കും. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നിന്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിലേക്ക് വീണ്ടും ഭരമേൽപ്പിക്കുന്നു കർത്താവെ. ഇന്നും ഇനിയുള്ള ജീവിതം മുഴുവനും നിന്റെ തൃപ്പാദത്തിലായിരിക്കാൻ തക്കണം അവരെ നീ അനുഗ്രഹിക്കണമേ. പിശാച് അവരെ തൊടുവാൻ പോലും നീ അനുവദിക്കരുതേ. സകല ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ചു കൊള്ളണമേ. അവരുടെ ഹൃദയ വിചാരങ്ങളെ നീ തൂക്കി നോക്കി അനുഗ്രഹ സമൃദ്ധമായി സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. അവരുടെ സകല വേദനകൾക്കും പരിഹാരം നീ കൊടുക്കണമേ. അവരുടെ സകല വിഷമതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും ജോലിയില്ലാത്ത അവസ്ഥകളും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളും കർത്താവേ, വിവാഹപ്രായത്തോടും നല്ല ഭാവി ജീവിതം കാണാത്ത നല്ല തുണയെ കിട്ടാത്ത മക്കളെ, അവരുടെ ഭാരങ്ങളും എല്ലാം അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. പലരുമായിട്ടും വളരെ വേദനിക്കുന്ന, വളരെ ദുഃഖിപ്പിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നെ പലരും വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാം അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിലുണ്ട് കർത്താവേ, പലതുമുണ്ട്. അതിനെ നിനക്കറിയാമല്ലോ. ശുദ്ധീകരിക്കണമേ. ഹിമം പോലെ വെളുപ്പിക്കണമേ. കർത്താവേ, നിന്റെ ചെറന്മറയിൽ മറയ്ക്കണമേ. എല്ലാവരോടും പൊറുക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും സന്തോഷത്തോടെ ജീവിപ്പാനും കർത്താവേ, നിന്റെ തൃപ്പാദത്തിലായിരിക്കാനും ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. പൂർണ്ണമായി ഏറ്റെടുത്ത് വഴി നടത്തണമേ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവേ, നീ അവരെ നിറയ്ക്കണമേ.
എത്ര വലിയ ആവശ്യങ്ങളായാലും കർത്താവെ നീ നിറവേറ്റി കൊടുക്കണമേ. എത്ര വലിയ പ്രയാസത്തിലായിരുന്നാലും നീ സമാധാനം കൊടുക്കണമേ. കർത്താവെ നിന്റെ ചിറയന്മറവിൽ അവരെ മറക്കണമേ. അവരെ കർത്താവ് വെറുതെ നീ വിടരുതേ കർത്താവേ. നിന്റെ വചനം ശ്രവിക്കുവാൻ അവർ മനസ്സ് വെച്ചുവല്ലോ. നിന്റെ വചനത്തിൻ്റെ അരികിൽ ഇരുപ്പാൻ, അത് ശ്രവിപ്പാൻ തക്കവണ്ണം കർത്താവെ നീ അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ കൃപ അവരോട് കൂടെയിരിക്കണം. എത്ര വലിയ ആവശ്യങ്ങളായിരുന്നാലും കർത്താവെ നല്ല ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ. സന്തോഷ സമാധാനം ഐശ്വര്യം നീ കൊടുക്കണമേ. ഇറങ്ങി വന്ന് നീ അവരെ അനുഗ്രഹിക്കണമേ. പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഇത്രത്തോളം കാത്തു പരിപാലിച്ചതിനായി സ്തുതിക്കുന്നു. ഇനിയുള്ള ജീവിതം സമർപ്പിക്കുന്നു. പ്രാർത്ഥന നടത്തനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം എല്ലാവർക്കും പ്രയോജനകരമാണ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. അവർക്കും കൂടെ അനുഗ്രഹങ്ങളെ കിട്ടട്ടെ.